ഇടുക്കിയിൽ വിൽപ്പന നടത്തിയ വസ്തുവിന്റെ ആധാരത്തിൽ തിരിമറി നടത്തിയ ആധാരം എഴുത്തുകാരന്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തു. ഉടുമ്പൻചോല സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്ത ആധാരത്തിലാണ് തിരിമറി നടന്നത്. വിൽപ്പന നടത്തിയ ഉടമ അറിയാതെ കൂട്ടിച്ചേർക്കലുകൾ നടത്തിയെന്നും ലൈസൻസ് പുതുക്കാത്ത വ്യക്തിയുടെ വ്യാജ ഒപ്പിട്ട് ആധാരം നടത്തിയെന്നുമാണ് കണ്ടെത്തൽ. നെടുങ്കണ്ടം മുണ്ടിയൂരുമയിൽ ആധാരമെഴുത്ത് സ്ഥാപനം നടത്തുന്ന ശ്രീജിത്ത് KSന്റെ ലൈസൻസാണ് താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തത്. തൂക്കുപാലം സ്വദേശിയായ ശ്രീധരൻ പിള്ളയുടെ പരാതിയിലാണ് നടപടി. ഇയാളുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന വസ്തുവിൽ നിന്നും 15 സെന്റ് ഭൂമിയും വീടും ഏതാനും മാസങ്ങൾക്ക് മുൻപ് വിൽപ്പന നടത്തിയിരുന്നു. ശ്രീജിത്തിന്റെ സ്ഥാപനത്തിലാണ് ആധാരം എഴുതിയത്. തുടർന്നിത് വായിച്ചു കേൾപ്പിക്കുകയും പിന്നീട് ഉടുമ്പൻചോല സബ് രജിസ്ട്രാർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. പിന്നീട് ബാക്കിയുണ്ടായിരുന്ന ഭൂമിയിൽ കാർഷിക ആവശ്യങ്ങൾക്ക് വന്നപ്പോഴാണ് താൻ കബളിപ്പിക്കപ്പെട്ടെന്ന് ശ്രീധരൻ പിള്ളയ്ക്ക് മനസ്സിലായത്. ഇയാളുടെ ഉടമസ്ഥതയിലുള്ള കുഴൽക്കിണറും ഉൾപ്പെടുത്തിയാണ് ആധാരം തയ്യാറാക്കിയത്. ആധാരം എഴുതി എന്നെ വായിച്ച് കേൾപ്പിച്ചു. എൻ്റെ പറമ്പിൽ കുഴൽക്കിണറുണ്ട്. കുഴൽക്കിണറിലെ വെള്ളം അവർക്കൂടെ കൊടുക്കാമെന്നൊരു വ്യവസ്ഥ വെച്ചാണ് ഞങ്ങളെ വാക്കാൽ പറഞ്ഞത്. അത് ആധാരത്തിൽ കൂടെ കയറ്റി എഴുതി റെഡിയാക്കി കഴിഞ്ഞേച്ച് അന്ന് രജിസ്ട്രേഷൻ നടന്നില്ല. രജിസ്ട്രേഷൻ നടക്കാതിരുന്നേച്ച് പിറ്റേ ദിവസവും നടന്നില്ല. അതിൻ്റെ 3ാമത്തെ ദിവസം ഇതിൽ നിന്ന് 2 പത്രം മാറി എൻ്റെ പറമ്പിലുണ്ടായിരുന്ന കുഴൽക്കിണർ അവർക്ക് എഴുതി. അതുപോലെ തന്നെ ഞാൻ പണിഞ്ഞ വീട് 2011 ഞാൻ ആ വീട് പണിഞ്ഞത്. അവരതിനെ സർട്ടിഫിക്കറ്റ് വഴി പഞ്ചായത്തിൻ്റെ സർട്ടിഫിക്കറ്റ് മേടിച്ചിരിക്കുന്നത് 1995 സർട്ടിഫിക്കറ്റ് 400 സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് അവരതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് മൊത്തം ചെയ്തിരിക്കുന്ന വ്യാപകമായ ക്രമക്കേടുകളുണ്ട്. ഞാൻ ജിത്തുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ ജില്ലാ രജിസ്ട്രാർക്ക് പരാതി കൊടുക്കും. ആധാരം എഴുത്ത് ഓഫീസിൽ വെച്ച് വായിച്ചു കേൾപ്പിച്ച ഡ്രാഫ്റ്റിൽ നിന്നും വ്യത്യസ്തമായി കൂടുതൽ പേജുകൾ കൂട്ടിച്ചേർത്താണ് രജിസ്ട്രേഷൻ നടന്നത്. ഭൂമി സ്ഥിതി ചെയ്യുന്ന കര മാറ്റി എഴുതി വില കുറച്ച് കാണിക്കുകയും ചെയ്തു. ലൈസൻസ് പുതുക്കാത്ത മറ്റൊരു വ്യക്തിയുടെ ഒപ്പ് വ്യാജമായി ഉപയോഗിക്കുകയും ചെയ്തു. ഇടുക്കി ജില്ലാ രജിസ്ട്രാർ നടത്തിയ അന്വേഷണത്തിൽ പരാതിയിലെ ആരോപണങ്ങൾ ശരിയെന്ന് കണ്ടതിനെ തുടർന്നാണ് നടപടി. അതേസമയം രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് ഡ്രാഫ്റ്റ് വായിച്ചു കേൾപ്പിച്ചില്ല എന്ന ആരോപണവുമുണ്ട്. സമാന തരത്തിൽ നിരവധി തട്ടിപ്പുകൾ മേഖലയിൽ നടന്നിട്ടുള്ളതായാണ് സൂചന. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.